മന്നം സമാധി സന്ദർശനത്തിൽ NSS BJP പോരു തുടരുന്നു. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും NSS നേതൃത്വത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നിൽ ഗൂഢരാഷ്ട്രീയമെന്നാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം. ഇരുവരും മറുപടി പോലും അർഹിക്കുന്നില്ല. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. I am the president. I am the general secretary. So you should not come, he should not come. That should not be our aim. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? സുകുമാരൻ നായരെ NSS നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള BJP നീക്കമായാണ് ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും ഈ പ്രതികരണങ്ങൾ വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇത് ശരിവെക്കുകയാണ് G സുകുമാരൻ നായരും. ഇരുവർക്കും മറുപടി നൽകാനില്ലെന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ പരാമർശങ്ങൾക്ക് പിന്നിൽ ഗൂഢരാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുന്നതായും പറഞ്ഞുവെക്കുന്നു. അതിനാൽ തന്നെ പരസ്യ പ്രതികരണം നടത്തി ആ ചൂണ്ടയിൽ കൊത്താനില്ല. NSSന്റെ ബജറ്റ് യോഗത്തിനുള്ളിലേക്കാണ് സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത്. അത് NSSന്റെ ആഭ്യന്തര കാര്യമാണ്. അതിനാലാണ് സുരേഷ് ഗോപിയെ തടഞ്ഞതെന്നാണ് ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. അതേസമയം G സുകുമാരൻ നായർക്കെതിരെ BJP നേതാവ് സന്ദീപ് ബചസ്പതിയും രംഗത്തെത്തി. സ്വാഭാവികമായും ഈ മന്നം, NSS, SNDP, ഗുരുദേവൻ, അയ്യങ്കാളി, KPMS എന്നൊക്കെയുള്ളത് കേരളത്തിന്റെ പൊതു സ്വത്താണ്. മന്നം എന്നുള്ളത് എല്ലാവരുടേതുമാണ്. അതൊരു സമുദായത്തിന്റെ മാത്രമല്ല. അതാണ് സുവ്യക്തമായ അഭിപ്രായം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നിഷേധിച്ചത്. മന്നം സമാധി NSS ക്ഷേത്രം പോലെ കരുതുന്ന ഇടമാണെന്നും പ്രോട്ടോകോളിന്റെ പേരിൽ നായയെ കയറ്റിയുള്ള പരിശോധന അംഗീകരിക്കാനാകാത്തതുകൊണ്ടാണ് ഉപരാഷ്ട്രപതിക്ക് അനുമതി നിഷേധിച്ചതെന്നുമായിരുന്നു സുകുമാരൻ നായരുടെ വിശദീകരണം. ഇതിനെതിരെയാണ് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഇന്നലെ രംഗത്തു വന്നത്. റിപ്പോർട്ടർ, കോട്ടയം.